ഈശോമിശിഹായുടെ മനുഷ്യാവതാര ജൂബിലി 2025 കോട്ടപ്പുറം രൂപതാതല സമാപനം കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്നു. ജൂബിലി സമാപന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകത്തിൽ യുദ്ധവും കൊറോണയും മഹാമാരിയും ഉണ്ടായപ്പോൾ പ്രത്യാശയോടെ മക്കളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നുള്ള ഉൾക്കാഴ്ചയോടെയാണ് ഫ്രാൻസിസ് പാപ്പ ഈ ജൂബിലി വർഷം പ്രഖ്യാപിച്ചതെന്ന് അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് പറഞ്ഞു. ഇതോടെ പ്രത്യാശ അവസാനിപ്പിക്കരുതെന്നും പ്രത്യാശയുടെ തുടക്കമാണിതെന്നും മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുന്നവരായി തീരണമെന്നും പിതാവ് കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, കോട്ടപ്പുറം രൂപതയിലെ എല്ലാ മക്കളും അണിചേർന്ന് ഇന്ന് ഡിസംബർ 28 ഞായറാഴ്ച ജൂബിലി സമാപനം കുറിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതനുസരിച്ച് ആരംഭിച്ച ജൂബിലിയുടെ സമാപനം കത്തോലിക്ക സഭയിലെ എല്ലാ കത്തീഡ്രലുകളും ഇന്ന് ഈ സമാപനത്തിന് നമ്മളെല്ലാവരും തന്നെ മുന്നോട്ട് വരണമെന്നാണ് ആഹ്വാനം ചെയ്തിരുന്നത്. അതനുസരിച്ച് ഇന്ന് ഏകദേശം 5000-ഓളം വരുന്ന മക്കൾ ഇന്ന് തീർത്ഥാടനമായിട്ട് കത്തീഡ്രലിലേക്ക് കടന്നു വരികയാണ്. ജൂബിലി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഈ ജൂബിലിയിൽ 2025 ജൂബിലിയുടെ തീം പ്രത്യാശയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൽ പ്രത്യേകിച്ച് യുദ്ധവും കൊറോണയും അതുപോലെ മഹാവിപത്തുകളും കാലാവസ്ഥ വ്യതിയാനങ്ങളും ഉണ്ടായപ്പോൾ പ്രത്യാശയോടെ മക്കളെ എല്ലാവരും തന്നെ ലോകത്തിലുള്ള എല്ലാ മക്കളെയും ഒരുമിച്ച് കൊണ്ടുവരാം എന്ന ആ ഒരു വലിയ ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഫ്രാൻസിസ് പാപ്പ ഈ ജൂബിലി വർഷം പ്രഖ്യാപിച്ചത്. അങ്ങനെ ജൂബിലി വർഷത്തിൻ്റെ സമാപനത്തിലായിരിക്കുമ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുകയാണ്. ഇതോടുകൂടി നമ്മുടെ പ്രത്യാശ അവസാനിക്കുകയല്ല, പ്രത്യാശ ഇവിടെ ആരംഭിക്കുകയാണ്. പ്രത്യാശയുള്ളവരായി മറ്റുള്ളവർക്ക് പ്രത്യാശ കൊടുക്കുന്നവരായി തീരുവാനായിട്ട് ഈ ജൂബിലിയുടെ സമാപനത്തിൽ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആർക്കൊക്കെയാണ് നമ്മൾ പ്രത്യാശ കൊടുക്കേണ്ടത്? രോഗികൾക്ക്, തടവുകാർക്ക്, ഒറ്റപ്പെട്ടു പോയവർക്ക്, യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മുതിർന്നവർക്ക് ഒക്കെ നമുക്ക് പ്രത്യാശ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും കൂടുതൽ പ്രകാശവും നന്മയും കൊടുക്കുവാനായിട്ട്, പ്രത്യാശയുടെ സ്വപ്നം തീർക്കുവാനായിട്ട്, പ്രത്യാശയായ ഈശോയെ കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേരുന്നു. ഈ സമാപന സന്ദേശത്തിലൂടെ, സമാപന റാലിയിലൂടെ, സമാപന ആഘോഷത്തിലൂടെ നമുക്ക് വീണ്ടും മുന്നേറാം, ഒരുമിച്ച് ഒത്തൊരുമയോട് പ്രവർത്തിക്കാം. കോട്ടപ്പുറം രൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും ബൈബിൾ അപ്പസ്തോലേറ്റിന്റെയും നേതൃത്വത്തിൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം പകർത്തിയെഴുതിയ 2000 പേരുടെ സംഗമം നടത്തപ്പെട്ടു. സംഗമത്തിന് മുന്നോടിയായി കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂൾ മൈതാനത്തു നിന്നും, കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും, തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ നിന്നുമായി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിലേക്ക് ജൂബിലി തീർത്ഥാടന പദയാത്രകൾ നടന്നു. കൃഷ്ണൻകോട്ടയിൽ നിന്ന് ജൂബിലി കുരിശും, കൊടുങ്ങല്ലൂരിൽ നിന്ന് ബൈബിളും, ജൂബിലി പതാകയും, തുരുത്തിപ്പുറത്തു നിന്ന് ജൂബിലി എംബ്ലവും വഹിച്ചായിരുന്നു പദയാത്ര. ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയും നിശ്ചല ദൃശ്യങ്ങളുമായി ഇടവകകളുടെ ബാനറിന് പിന്നിലായി പേപ്പൽ പതാകകളുമായി ആയിരങ്ങൾ അണിചേർന്ന പദയാത്രയിൽ ജപമാല ചൊല്ലി വിശ്വാസ സമൂഹം പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തെത്തിയ പദയാത്രകൾക്ക് കത്തീഡ്രൽ കവാടത്തിൽ കത്തീഡ്രൽ ഇടവകയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജോജു കോക്കാട്ട്, രൂപത വിശ്വാസ പരിശീലന കമ്മീഷൻ ഡയറക്ടർ ഫാദർ സിജോ വേലിക്കകത്തൊട്ട്, രൂപത ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ടോണി കൈതത്തറ എന്നിവർ ചേർന്ന് ബൈബിൾ പകർത്തിയെഴുതിയവരെ ആദരിച്ചു. ഈശോമിശിഹായുടെ മനുഷ്യാവതാര ജൂബിലി 2025 കോട്ടപ്പുറം രൂപതാതല സമാപന ആഘോഷങ്ങൾക്കാണ് ഇന്ന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ സാക്ഷ്യം വഹിക്കുന്നത്. ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കോട്ടപ്പുറം മണ്ണ്. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ആ പ്രതാപവും ഒക്കെ പേറി നിൽക്കുന്ന ഒരു ദേവാലയമാണ് കോട്ടപ്പുറത്തിൻ്റെ പ്രൗഢഗംഭീരമായ സെയിൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയം. ഈ ദേവാലയത്തിലേക്കാണ് കോട്ടപ്പുറം രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നും ഫൊറോനകളിൽ നിന്നുമായി 3 സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടന പദയാത്ര കോട്ടപ്പുറം സെയിൻറ്റ് മൈക്കിൾസ് കത്തീഡ്രലിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും, അതുപോലെ കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും, തുരുത്തിപ്പുറം സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ നിന്നുമായി തീർത്ഥാടന പദയാത്രകൾ ആയിരങ്ങൾ
ജപമാല ചൊല്ലിക്കൊണ്ട് ആവേശപൂർവം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ ഉൾച്ചേർന്നുകൊണ്ട് കത്തീഡ്രലിലേക്ക് തീർത്ഥാടന പദയാത്രികരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടപ്പുറം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് കേരള ക്രൈസ്തവ സഭയുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിലാണ്. AD 52 വിശുദ്ധ തോമസ് അപ്പോസ്തോലൻ കപ്പലിറങ്ങിയത് മുസിരിസിലെ കൊടുങ്ങല്ലൂരിലാണ് എന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പിന്നീട് വലിയൊരു ക്രൈസ്തവ കുടിയേറ്റം നടക്കുന്നത് AD 345 കാനായി തോമ എന്ന് പറയുന്ന വർത്തക പ്രമാണിയോടൊപ്പമാണ്. അങ്ങനെ വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ണാണ്. പ്രത്യേകിച്ച് ഈ ചരിത്ര ഭൂമിയിൽ 1987 ഒക്ടോബർ മാസം 4-ാം തീയതി ഔദ്യോഗികമായി കോട്ടപ്പുറം രൂപത ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ഈ ചരിത്രവും ഈ പൈതൃകവുമൊക്കെ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപതയാണ് കോട്ടപ്പുറം രൂപതയെന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ കോട്ട കെട്ടിയതും അതുപോലെ സെയിൻറ്റ് ജെയിംസ് സെമിനാരി സ്ഥാപിക്കപ്പെട്ടതുമെല്ലാം ഈ കോട്ടപ്പുറത്തിൻ്റെ മണ്ണിലാണ്. 100ഓളം വരുന്ന സെമിനാരി വിദ്യാർത്ഥികൾ ഇവിടെ പരിശീലനം നേടിയിരുന്നു എന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ എഴുത്തുകളിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ മണ്ണാണ് കോട്ടപ്പുറത്തിൻ്റെ മണ്ണ്. 3 തവണ വിശുദ്ധൻ ഇവിടെ സന്ദർശിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിരപുരാതനമായ വിശ്വാസ ചരിത്രത്തിൻ്റെ പൈതൃക ഭൂമിയാണ് കോട്ടപ്പുറം. ആ കോട്ടപ്പുറത്തേക്കാണ് കോട്ടപ്പുറം രൂപതയിലെ വിശ്വാസി സമൂഹം 3 സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടന പദയാത്രയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇന്ന് വളരെ സ്തുത്യർഹമായൊരു കാര്യം കൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. കോട്ടപ്പുറം രൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെയും കോട്ടപ്പുറം രൂപത ബൈബിൾ അപ്പോസ്തലേറ്റിൻ്റെയും നിർദ്ദേശമനുസരിച്ച് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം പകർത്തിയെഴുതിയ 2000ഓളം വരുന്ന വിശ്വാസികളുടെ സംഗമവും ഇതോട് അനുബന്ധിച്ച് കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുകയാണ്. കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവും അതുപോലെ തന്നെ KCBCയുടെ ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോജു കോക്കാട്ടും അതുപോലെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ കോട്ടപ്പുറം രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട സിജോ വേലിക്കകത്തോട്ടച്ഛനും ബൈബിൾ അപ്പോസ്തലേറ്റിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ടോണി കൈതത്തറച്ഛനും ചേർന്ന് ഈ 2000ഓളം വരുന്ന വിശ്വാസി സമൂഹത്തെ ഇന്ന് ആദരിക്കുകയും കൂടെ ചെയ്യുകയാണ്. തീർച്ചയായും കോട്ടപ്പുറം രൂപതയുടെ ജൂബിലി സമാപന ആഘോഷങ്ങൾ വളരെ അർത്ഥവത്തായ രീതിയിൽ ഇന്ന് കോട്ടപ്പുറം കത്തീഡ്രലിൽ നടക്കുന്നു. 5 മണിക്ക് അഭിവന്യ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരാകുന്നു. അങ്ങനെ വളരെ ആഘോഷപൂർവ്വം പ്രൗഢഗംഭീരമായ വിധത്തിലാണ് കോട്ടപ്പുറം രൂപത ജൂബിലി വർഷത്തിൻ്റെ സമാപന ആഘോഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.